കടമുള്ള ആളുകൾ ഉളുഹിയത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? കാരണം കടം വീട്ടുക എന്നുള്ളത് നിർബന്ധമായ സംഗതിയാണ്. അങ്ങനെ കടമുണ്ടെങ്കിൽ നമുക്ക് ഉളുഹിയത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രസക്തമായൊരു ചോദ്യമാണ്. കടം വീട്ടൽ നിർബന്ധമാണ്. ഉളുഹിയത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് മുഅക്കദായ ശക്തമായൊരു സുന്നത്തും കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് കടം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അല്ലാഹു തആലയോടുള്ള കടം, അതായത് നിർബന്ധമായ ഹജ്ജ് അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചകൾ, ഇതെല്ലാം അല്ലാഹു തആലയോടുള്ള കടങ്ങളാണ്. അതുപോലെ തന്നെ മനുഷ്യന്മാരോടുള്ള ബാധ്യതകൾ, ആരെങ്കിലും നിന്ന് കടം വാങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഹക്ക് ഇടപാടുകളൊക്കെ ഉണ്ടാവാം. ഇങ്ങനെ കടം ഉള്ള ആളുകൾ ഉളുഹിയത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. കടം ചിലപ്പോൾ അവധി ഇറങ്ങിയിട്ടുണ്ടാവാം. അവധി ഇറങ്ങുക എന്ന് പറയുന്നത് കടം കൊടുക്കാനുള്ള, തിരിച്ചു കൊടുക്കാനുള്ള പറഞ്ഞ ഡേറ്റ് ആയിട്ടുണ്ടാവും, കൊടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും. അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ട് പക്ഷേ കൊടുക്കാനുള്ള സമയം ആയിട്ടില്ല, ഡേറ്റ് പറഞ്ഞ അവധി ആയിട്ടില്ല, ഇനിയും മാസങ്ങളോ ദിവസങ്ങളോ വർഷങ്ങളോ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കടമുണ്ടെങ്കിൽ നമ്മുടെ സ്വത്ത്, താമസിക്കൽ, നമുക്ക് ആവശ്യമായ വീട്, അതല്ലാത്ത നിർബന്ധമായ അല്ലെങ്കിൽ അതല്ലാതെ നമുക്ക് ഉള്ള സ്വത്തുക്കൾ ഉണ്ടാവാം. പണം, ബാങ്കിൽ ബാലൻസ് ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ആസ്തി ഉണ്ടാവാം, ഭൂമി ഉണ്ടാവാം, വാടക ബിൽഡിംഗ് ഉണ്ടാവാം, സ്വത്തുക്കൾ ഉണ്ടാവാം, സ്വർണ്ണങ്ങൾ ഉണ്ടാവാം, കോയിൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടാവാം. ഇങ്ങനെ നമ്മുടെ കടം എത്രയാണോ ആ കടം വീട്ടാനുള്ള സ്വത്ത് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, ആ കടം വീട്ടിയിട്ടും ബാക്കി നമ്മുടെ സ്വത്ത് ഉണ്ട് എങ്കിൽ നമുക്ക് ഉളുഹിയത്തിൽ പങ്കെടുക്കാം. അത് അങ്ങനെ പങ്കെടുക്കാം. നേരെ മറിച്ച് കടം വീട്ടാൻ ആവശ്യമായ സ്വത്ത് നമ്മുടെ കയ്യിലില്ല, അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ സ്വത്തില്ല, ആ നിൽക്കുന്ന നിർബന്ധമായ നമ്മുടെ സ്വത്ത് എത്രയാണോ കടം വീട്ടാൻ ആവശ്യമായ സ്വത്തുള്ളത്, അതിനുവേണ്ടി പര്യാപ്തമായ ബാങ്ക് ബാലൻസോ സ്വർണ്ണങ്ങളോ സ്വത്തുക്കളോ കടം വീട്ടാൻ ആവശ്യമായ സ്വത്തുക്കളോ ഒന്നും നമ്മുടെ കയ്യിലില്ല, പക്ഷെ കടം മാത്രമുണ്ട്. എന്നാൽ നമുക്ക് ഉളുഹിയത്തിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പങ്കെടുക്കാൻ പാടില്ല. കാരണം കടമാണ് നിർബന്ധമായത്. നിർബന്ധമായ സംഗതി വീട്ടണം. നിർബന്ധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സുന്നത്തിന് പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കടമാണ് മുഖ്യം, കടം വീട്ടുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് 1,00,000 കടമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് 10 ലക്ഷത്തിൻ്റെ ആസ്തി അപ്പുറത്തുണ്ട്. വീട്ടാനുള്ള ഭൂമിയോ അല്ലെങ്കിൽ വാടക ബിൽഡിങ്ങോ സ്വർണ്ണോ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കടം വീട്ടിയാലും പണം ബാക്കി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത്തരമുള്ള ആളുകൾക്ക് ഉളുഹിയത്തിൽ പങ്കെടുക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ആസ്തി 10 ലക്ഷത്തിന് അപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ പങ്കെടുക്കാം. നേരെ മറിച്ച് ഒരാൾക്ക് കടം 1,00,000 അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റാൽ പോലും 1,00,000 കിട്ടുകയില്ല, 50,000 മാത്രമേ ഉള്ളൂ. ഭൂസ്വത്തുക്കളോ സ്വർണ്ണങ്ങളോ ബാങ്ക് ബാലൻസുകളോ ഒന്നും ഇല്ലാത്ത ഒരാൾ, അദ്ദേഹത്തിന് ആകെ കുറഞ്ഞ പൈസയോ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ വരുമാനം മാത്രമേ ഉള്ളൂ ജീവിച്ചു പോകാൻ. നേരെ മറിച്ച് കടം വീട്ടാനുള്ള പൈസ ഇല്ല എങ്കിൽ അദ്ദേഹം ഉളുഹിയത്തിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ല. അങ്ങനെ ഉളുഹിയത്തിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം ഉളുഹിയത്ത് എന്നുള്ളത് മുഅക്കദായ സുന്നത്താണ്. കടം വീട്ടുക എന്നുള്ളത് നിർബന്ധമായ സംഗതികളാണ്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.